വിശ്വാസം അതല്ലേ എല്ലാം എന്ന സിനിമയിലെ അസിസ്റ്റന്റ് ഡയറക്ടർ ജോജോ കുരിശിങ്കലിനെ ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഇല്ലെങ്കിൽ ആളെക്കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഈ ജോജോ ആള് നിസ്സാരക്കാരനല്ല. മൃഗവേട്ടയും മനുഷ്യവേട്ടയുമാണ് പരിപാടി. പല നുണക്കഥകളും പറഞ്ഞ് വിശ്വസിപ്പിച്ച് പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കാൻ വിരുദ്ധൻ. ഡേറ്റിംഗ് ആപ്പ് വഴി പരിചയപ്പെട്ട മോഡലിനെ പീഡിപ്പിച്ച കേസിൽ ജോജോയ്ക്കെതിരെ പോലീസ് കേസെടുത്തു. നഗ്ന ദൃശ്യങ്ങൾ കാട്ടി ഭീഷണിപ്പെടുത്തി പലതവണ പീഡിപ്പിച്ചുവെന്നാണ് യുവതിയുടെ മൊഴി. ഡേറ്റിംഗ് ആപ്പായ ബംബിൾ വഴിയാണ് പ്രതി മോഡലും തെറാപ്പിസ്റ്റുമായ യുവതിയെ പരിചയപ്പെടുന്നത്. അതിനിടെ ഇരുവരും തമ്മിൽ കൂടുതൽ അടുത്തു. പിന്നീട് 2024 തൃപ്പൂണിത്തുറയിലെ സിനിമാ സെറ്റിലേക്ക് വിളിച്ചു വരുത്തിയായിരുന്നു പീഡനം. രാത്രി 12 മണിയോടെ ഇയാളുടെ ഫ്ളാറ്റിലെത്തിച്ച് വീണ്ടും ലൈംഗികമായി ചൂഷണം ചെയ്തു. പുലർച്ചെ 4 മണി വരെ പീഡനം തുടർന്നുവെന്ന് യുവതി പരാതിയിൽ പറയുന്നു. ആ സമയം യുവതി അറിയാതെ ഇവരുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും ലൈംഗിക ബന്ധത്തിന് വിസമ്മതിച്ചപ്പോൾ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് അതിജീവിതയുടെ മൊഴി. പ്രതി ലൈംഗിക ബന്ധത്തിന് ഏർപ്പെടുന്നതിന് മുൻപ് മദ്യപിക്കുകയും ലഹരി ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഇയാൾ മുൻപ് 2 വിവാഹം കഴിച്ചിട്ടുണ്ടെന്നും ഇവർ പരാതിയിൽ പറയുന്നുണ്ട്. ഇക്കാര്യം മറച്ചുവെച്ചാണ് താനുമായി സൗഹൃദത്തിലായത്. എന്നാൽ ചതിക്കപ്പെട്ടെന്ന് മനസ്സിലായപ്പോൾ സൗഹൃദത്തിൽ നിന്ന് പിന്മാറിയ തന്നെ ജോജോ ഭീഷണിപ്പെടുത്തി. പിന്നീട് ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞ് പലതവണ പീഡിപ്പിച്ചുവെന്നും യുവതിയുടെ മൊഴിയിലുണ്ട്. യുവതിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തോടെ ഒളിവിൽ പോയ പ്രതി ജോജോയ്ക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി. നേരത്തെ വന്യമൃഗത്തെ കൊന്ന് ഇറച്ചി വിൽപ്പന നടത്തിയ കേസിലെ പ്രതി കൂടിയാണ് ജോജോ കുരിശിങ്കൽ. അതേസമയം പ്രതി പോലീസ് വസ്ത്രം ധരിച്ച് CI റാങ്കിലുള്ള രാജേഷ് എന്ന ഉദ്യോഗസ്ഥനുമായി നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നു. ഒളിവിൽ കഴിയാൻ പ്രതിക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ സഹായം ലഭിക്കുന്നതായും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 കൊച്ചി.